പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനെ പ്രഖ്യാപിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് തോമസ് ഉണ്ണിയാടൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുടയെക്കുറിച്ചൊരു വികസന സങ്കല്പമുണ്ട്, അത് നടപ്പിലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2001-ലും 2006-ലും 2011-ലും MLA ആയിരുന്നു. എല്ലാവരും കൂടി യോജിച്ച്, അവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല, ജാതി മത വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇരിങ്ങാലക്കുടക്കാരായ എല്ലാവരും ഒരു കുടുംബമായി നിന്നുകൊണ്ട് സഹകരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വികസന കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജനക്ഷേമകരമായിട്ടുള്ള കുറേ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും എൻ്റെ ഒരു മാത്രമായി ഒരു നേട്ടമൊന്നുമല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത ഗവൺമെൻറ്റുകളുടെയൊക്കെ സഹകരണം ലഭിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഒരുമിച്ച് നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇരിങ്ങാലക്കുടയെ കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നിയോജകമണ്ഡലമാക്കി നമുക്ക് മാറ്റണം. ഞാൻ കൊണ്ടുവന്ന പദ്ധതിയിൽ പൂർത്തീകരിക്കപ്പെടാത്ത 2 പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്. ഒന്ന് അന്താരാഷ്ട്ര കലാ പൈതൃക നഗരം. അത് വളരെ വലിയ നിലയിലുള്ള പ്രോജക്റ്റാണ്. അതിന് ബജറ്റ് പ്രഖ്യാപനമുണ്ടായി, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട്, ടോക്കൺ പ്രൊവിഷനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗവേണിംഗ് ബോഡി രൂപീകരിച്ചു. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും തുറന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ എന്ന പോലെ ഇരിങ്ങാലക്കുടയിലും ഒരു കുടുംബമാണ്. ഒരു കുടുംബമായി ടീം UDF എന്ന നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ ഒരകൽച്ചയും ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത്തവണത്തെ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമായിരിക്കും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്ന് MLA ഉണ്ടാകാൻ പോകുന്ന വർഷമാണ് 2026 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് നീങ്ങാം, ഒറ്റക്കെട്ടായി നീങ്ങാം. സബ് ജയിൽ നിലനിന്നിരുന്ന കൂടൽമാണിക്യം ദേവസ്വം ഭൂമി ദേവസ്വത്തിന് തിരിച്ചു നൽകുക, ദേവസ്വം ഭൂമി പങ്കിട്ടെടുക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ ഗൂഢാലോചന വിശ്വാസി സമൂഹം തിരിച്ചറിയുക എന്നീ മുദ്രാവാക്യങ്ങളുമായി യുവമോർച്ച തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ഡോക്ടർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. നൈറ്റ് മാർച്ച് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, പ്രതിഷേധ ജ്വാല യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ലാലിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് V മനുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി NR ഹരിപ്രസാദ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, സംസ്ഥാന സമിതി അംഗവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായ സന്തോഷ് ചെറാകുളം, BJP ജില്ലാ സെക്രട്ടറി അജീഷ് പൈക്കാട്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി വിഷ്ണു പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ചെറുപ്പക്കാർ ഈ നാട് വിട്ടുപോകുന്ന സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഈ പറയുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം നേരിട്ട് കാണുന്ന, നേർസാക്ഷ്യമായി കാണുന്ന സംഭവമാണ്. പിന്നെ ഈ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമൊക്കെ പിന്നെയുള്ള ഒരു പ്രത്യേകമായ ഒരു സ്വഭാവമാണ് കേരളത്തിലെ വിശ്വാസമായിട്ടുള്ള, പ്രത്യേകിച്ച്
ഹിന്ദു ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കയ്യേറി വിറകുക എന്നുള്ള അവരുടെ ഒരു പൊതുശൈലിയാണ്. അത് സ്വാഭാവികമായിട്ടും ആരും ചോദ്യം ചെയ്യാനില്ലാതിരുന്ന, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന, കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരങ്ങളിൽ മാത്രം സങ്കുചിതമായി ചിന്തിക്കാൻ ഒരു ജനവിഭാഗത്തെ തയ്യാറാക്കി ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ ആരും അറിയാതെ കട്ടുകൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചില കാലഘട്ടങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ കട്ടുകൊണ്ടുപോയാൽ നോക്കിയിരിക്കാൻ ഇവിടെ ഒരു സമൂഹത്തിന് സാധ്യമല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ നൈറ്റ് മാർച്ച് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടൽമാണിക്കൽ ക്ഷേത്രത്തിന്റെ 1 സെന്റ് ഭൂമി പോയിട്ട് ആ ക്ഷേത്രത്തിന്റെ ഒരു തരി മണ്ണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് യുവമോർച്ചയോടെ പ്രഖ്യാപിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലിറങ്ങി ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയ്ക്കകത്ത് പോയത് ഈ പൈതൃകം ഉൾപ്പെടുന്ന പാചകവാതക ലഭ്യത ഉറപ്പുവരുത്തുക, അന്യായമായ വില വർധനവ് തടയുക, ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ നഗരസഭാ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി ഏരിയ സെക്രട്ടറി നകുലൻ നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ നിർവാഹക സമിതി അംഗം KM സജീവൻ, ഏരിയ വൈസ് പ്രസിഡന്റ് ശശി വെട്ടത്ത്, NA ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ കൊണ്ട് ഇറാൻ രാജ്യത്തെ പ്രസിഡന്റിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തിക്കൊണ്ട് ആ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് തകർക്കുകയും പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇറാനിന്റെ മുകളിലുള്ള യുദ്ധം ആരംഭിച്ചത്. പ്രിയമുള്ളവർ, ഇതിനൊന്നും നമുക്കറിയാം ഇറാഖിനെ കുറിച്ച് എന്താണ് അമേരിക്ക പറഞ്ഞിരുന്നത്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന പ്രസിഡന്റ് കൈവശം ഇറാഖിന്റെ പ്രസിഡന്റ് കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയത്. ഇറാഖിൽ ഉൾപ്പെടെ ടൺകണക്കിന് ബോംബാണ് അമേരിക്ക എന്ന് കൊണ്ടിട്ടത്. ആ സദ്ദാം ഹുസൈനെ വധിക്കുക മാത്രമല്ല, അതിനുശേഷം അവിടെ നടത്തിയ പരിശോധനയിൽ ഒരു രാസായുധത്തിന്റെ കണിക പോലും കിട്ടിയില്ല. ആ രാസായുധം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അന്നത്തെ പ്രസിഡന്റിനെ കൊലപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്ന് അതുപോലെ തന്നെയാണ് ഇറാന്റെ കൈവശം രാസായുധമുണ്ട്, അതേപോലെ തന്നെ അണ്വായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക യുദ്ധത്തിന് പുറപ്പെട്ടത്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TA പോൾ, റോണി പോൾ മാവേലി, മുനിസിപ്പൽ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം പരിശോധനാ സൗകര്യങ്ങളുണ്ട്. ഇതിനനുസൃതമായിട്ടുള്ള ആധുനിക ഉപകരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ചികിത്സ ഇന്ന് പ്രാപ്തിയാണ്. പഴയകാലത്ത് ചികിത്സ ഇല്ല. ഈ പണ്ട് ബസ് വന്നാൽ നിങ്ങൾക്ക് പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ മങ്ങാടിക്കുന്നത്ത് കൊണ്ട് ഉപേക്ഷിക്കുകയാണ്, ആ ആളവിടെ ഉപേക്ഷിക്കുക. അവിടെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്തൊരു കാലമായിരുന്നു. അപ്പോൾ ആ രോഗിയെ കൊണ്ടുപോയി മങ്ങാടിക്കുന്ന അതിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്ഥലമായിരുന്നു. ബസ് ബാധിച്ച ആളുകളെ കൊണ്ടുപോയി കൈയൊഴിഞ്ഞ് വിടുമ്പോൾ നമ്മുടെ ക്ഷേത്രനടകളിൽ നടതള്ള എന്ന് പറയുന്ന പോലെ അവിടെ മങ്ങാടിക്കുന്നതിന് ഉപേക്ഷിക്കുന്നൊരു സ്ഥിതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയില്ലല്ലോ. അപ്പോൾ എല്ലാ രോഗങ്ങളും ചികിത്സിക്കാവുന്നതും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതുമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാടും സമൂഹവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഇവിടെ നമുക്ക് പലപ്പോഴും രോഗങ്ങൾ പരത്തുന്നത് ഒന്ന് നമ്മുടെ ഹൈജീനിക്കായിട്ടുള്ള കണ്ടീഷൻ മോശമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊതുകുകളുടെ വളർച്ച ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് രോഗങ്ങൾ പകരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളുടെ ഭൂരിപക്ഷ ആളുകൾ. നിങ്ങൾ പ്രത്യേകിച്ചും വർഷത്തിലൊരു 6 മാസം ഒരിക്കലെങ്കിലും നിങ്ങളുടെ വൈദ്യപരിശോധന നടത്തി നിങ്ങൾക്ക് ഏതെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രോഗങ്ങളും മറ്റ് വലിയ രോഗങ്ങളുടെ തുടക്കമായിരിക്കും. അതുകൊണ്ടൊരു തിരിച്ചറിഞ്ഞ് ഡോക്ടർമാരെ പരിശോധനയ്ക്ക് വിധേയമാവുന്നത് നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് നല്ലതാണ്. നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും സംതൃപ്തിയോടുകൂടി ആ ജോലി ചെയ്യാനും ജീവിക്കാനും സാധിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.